ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈസി റെസിപ്പിയാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെന്ത് എടുക്കണം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പുഴുവോ കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ വെന്ത് എടുക്കാം. ഞാനിപ്പോൾ വെന്തെടുക്കുന്നുണ്ട്, കണ്ടോ, വെന്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അല്പം ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കായത്തിൻ്റെ പൊടിയാണത്, ഓപ്ഷനിലാണ്. ശേഷം നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് മൈദ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലമാവിലും വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തന്നെ ഞാനൊരു നുള്ള് സോഡാപ്പൊടിയും അതുപോലെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു നല്ല കറുമുറ എന്ന് പറഞ്ഞ് ചവച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അല്പം സോഡാപ്പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം തന്നെ ആ ഉപ്പിട്ടിട്ടാണ് കോളിഫ്ലവർ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഈ മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഇനി നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നല്ല കുറുകിയ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കുഴച്ച് വെച്ചത് നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് ഒഴിച്ച് ആ കോളിഫ്ലവർ ഒന്നൊന്ന് ഉടഞ്ഞു പോകാതെ പതിയെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഈ കോളിഫ്ലവർ എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ അതും വറുത്തെടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ. അതും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു പാനോ അല്ലെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടി എന്തെങ്കിലും അടുപ്പത്ത് വെക്കാം. എണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം ഓരോ പീസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാവുകളെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഓരോ പീസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.